ഹലോ ഗൈസ്, അപ്പോൾ ചിലതൊക്കെ ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് തോന്നിയെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പകുതിക്ക് വെച്ചൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വീഡിയോ എടുക്കാൻ ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ കോളേജിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ സദസ് ക്ലബിൻ്റെ വക ഒരു പരിപാടി ഉണ്ടായിരുന്നു. സംഭവം നമ്മുടെ തമ്പ് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിൽ മുക്കിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ചാർട്ടിലൊന്ന് പ്രസ് ചെയ്യുക. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടും അതിരാവിലെ തന്നെ കയ്യിൽ പെയിൻ്റൊന്നും ആക്കാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ പിന്നെ ചെയ്യാനായിട്ട് നിന്നില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ഗെയിം ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഗെയിമായി മാറിയിട്ടുണ്ട് ഗൈസ്. നല്ല രസമാണ്, ഇങ്ങനെ ടൈം പോകുന്നത് അറിയത്തില്ല. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് 12:30 തൊട്ടിട്ട് 2 മണി വരെ ബ്രേക്ക് ആയിരിക്കും. ലോങ് ബ്രേക്കാണ് ഉച്ചയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും കോളേജിൽ. ഫ്രൈഡേ മാർക്കറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകൾ അവതരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഒരു പരിപാടി ഇല്ലാത്ത വെള്ളിയാഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കങ്ങനെ കുറേ സ്റ്റോൾസൊക്കെ വന്നിട്ടുണ്ട്. ഡ്രസ്സിൻ്റെയും അതുപോലെ ജ്യൂസ് ഐറ്റംസും പിന്നെ പായസം, അങ്ങനെ കുറേ ഐറ്റംസ്. ഉപ്പിലിട്ടതൊക്കെ AGF എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ വക ഉപ്പ് രസം എന്ന് പറഞ്ഞിട്ട് അവർ ഉപ്പിലിട്ട 2-3 ഐറ്റംസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നെല്ലിക്ക ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, പിന്നെ ചൗ എന്ന് പറയുന്നൊരു സംഭവം. ഞാൻ ഈ പൈനാപ്പിളും നെല്ലിക്കയൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ചൗ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരെണ്ണം അങ്ങ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്കയും മേടിച്ചു. അങ്ങനെ ചൗ കഴിച്ചു. ഒരു കുക്കുംബറിൻ്റെയൊക്കെ ടേസ്റ്റാണ് തോന്നിയത്. കുക്കുംബറൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എനിക്ക് ഏതാണ്ടൊക്കെ പറഞ്ഞാൽ അതുപോലെയാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നെല്ലിക്ക കഴിച്ചപ്പോഴത്തേനും ആദ്യമേ കഴിച്ചപ്പോൾ വലിയതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെയാണ് അതിൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്തിറക്കാൻ തുടങ്ങിയത്. ചെറുതല്ല, അത്യാവശ്യം നല്ല പുളിയുണ്ടായിരുന്നു. എൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ ഇവക്കും കൊടുത്തു, നീയും കഴിച്ച് നോക്കെന്ന് പറഞ്ഞിട്ട്. അവൾക്കും അത്യാവശ്യം നല്ല പുളി തോന്നി ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പായിരുന്നു ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രേപ്പ് ജ്യൂസ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വക എല്ലാ പരിപാടികളും കാണാൻ പറ്റും. അതായത് നമ്മുടെ പ്ലാറ്റിനം പിയാസയിൽ നടക്കുന്ന എല്ലാ പരിപാടികളും നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇന്ന് ഫുൾ ഫുഡടിയാണ് ഗൈസ്, വീഡിയോ ഫുൾ ഫുഡടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചു. അങ്ങനെ അതും കഴിച്ചു. കഴിക്കാനും കുടിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നടന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. എൻ്റെ പിന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരുന്നത് കാരണം പാനിപ്പൂരിയുടെ ജ്യൂസ് ഞാൻ കുടിച്ചില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വന്നപ്പോഴാണ് ഇവളെ കിട്ടുന്നത്. ഇവൾ സുവോളജിയിലുള്ളതാണ്, ശിവപ്രിയ എന്നാണ് പേര്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആൾ വന്ന് ഞങ്ങളെ വിളിച്ചിട്ട് മിഠായി തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും നല്ല കമ്പനിയാണ്. അങ്ങനെ എനിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മിഠായിയൊക്കെ തന്നു. ഞങ്ങൾ വിഷസൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോയും ഒക്കെ എടുത്തു. ഇത് പിന്നെ മിഠായി കിട്ടിയതിൻ്റെ സന്തോഷമാണ്. ഞാൻ കാണിച്ചപ്പോൾ പിന്നെ എനിക്കും കിട്ടിയെന്നും പറഞ്ഞ് അടുത്ത ആളും കാണിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ പിന്നെ കിട്ടിയ പാടെ ഒരെണ്ണം എടുത്ത് വായിലിട്ടുകൊണ്ട് അവൾക്ക് കാണിക്കാൻ 2 ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, പാവം കൊച്ച് കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ എത്തിയിട്ടുണ്ട്, ഫുഡിലേക്ക് തന്നെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പൊട്ടിയിരിക്കുന്ന കാരണം ചോറ് അധികം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്രെഡും പിന്നെ വേറെ എന്തോ ഒരു സാധനം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇതിപ്പോൾ 2-3 ആഴ്ച ആയതായതുകൊണ്ട് 2 ആഴ്ചയായി തോന്നിപ്പോൾ, അപ്പോൾ ഓർക്കുന്നില്ല. എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് വിശന്നാലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു ബ്രെഡും ന്യൂട്ടെല്ലയും കൂടെ മേടിച്ച് സാപ്പിട്ടു. അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോയി. കാരണം അടുത്തവർ ക്ലാസ് ഉള്ളപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് കയറണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ മാർക്കറ്റ് വരെ ഒന്ന് പോവാണ്, സൂപ്പർ മാർക്കറ്റ് വരെ. കാരണം നാളെ നമുക്ക് ട്രിപ്പാണ്. സുവോളജിയുടെ ഫീൽഡ് വിസിറ്റാണ് നാളെ നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് ബോട്ടണിയുടെ ഫീൽഡ് വിസിറ്റ് പോയ വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. തലേദിവസം ഇതേപോലെ തന്നെ ഈ സെയിം സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ നാളത്തേക്ക് വേണ്ടി വാങ്ങിക്കാനാണ് ഞങ്ങൾ 3 പേരും കൂടെ വന്നേക്കുന്നത്. ഒരാൾ നേരത്തെ പോകും, കാരണം അവൾ ഹോസ്റ്റലിലായതുകൊണ്ട് ഇവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ ആൾ നേരത്തെ പോകും. അപ്പോൾ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. ആ സാധനമാണോ? അതിന് വെറും സിരി അല്ലേ? പ്രൈസ് ഒരു 60. എൻ്റെ വീട്ടിൽ മേടിക്കുന്നതല്ലേ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിലുദിച്ച ബുദ്ധിയാണെന്ന് തോന്നുന്നു. അവളൊരു സാധനം കാണിക്കും, അതിൻ്റെ പ്രൈസ് ഞാൻ കറക്റ്റായിട്ട് ഗസ് അടിക്കണം. അങ്ങനെ അവൾ സേമിയാണ് എന്നെ കാണിച്ചത്. ഞാനതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് ഗസ് അടിച്ച് പറയുകയും ചെയ്തു. എന്നിട്ട് ഞാനൊരു ഡയലോഗും കൂടെ, എൻ്റെ വീട്ടിൽ ഇതൊക്കെ മേടിക്കുന്നതല്ലേ, ഏതാണ്ട് പറഞ്ഞ് ഞാനിതെല്ലാം അന്വേഷിച്ചറിയുന്നത് പോലെ ചുമ്മാ തന്നെ ഗസ് അടിച്ചപ്പോൾ കറക്റ്റായതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
അവിടുന്ന് തന്നെ ഞങ്ങൾ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് തിരിച്ച് കോളേജിലോട്ട് വന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗ് ഞങ്ങളെ ആർക്കും വേണ്ടേ, നിങ്ങൾക്കൊന്നും വേണ്ടേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന കണ്ടത്. കാരണം ക്ലാസ് ചെറുതായിട്ടൊന്ന് പൂട്ടിയപ്പോൾ ആരോ ബാഗ് എടുത്ത് അവിടെ വെച്ചതാണ്. ഞങ്ങൾ പിന്നെ ഒന്നും കൂടെ ക്ലാസ്സൊക്കെ തുറന്നിട്ട് എന്തെങ്കിലും സാധനം ഞങ്ങൾ വെച്ച് മറന്നോ എന്ന് നോക്കി. കാരണം ഞങ്ങൾക്ക് മറവി കൂടുതലാണ്. അങ്ങനെ ഒന്നും മറന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.